റിനീഷ് മാസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. റിനീഷ് പാടിയ ആ വരികൾ ഇപ്പോൾ കേരളം മുഴുവൻ ഏറ്റുപാടുകയാണ്. നേരത്തെ ബാലസംഘത്തിൻ്റെ വേദികളിൽ, അതുപോലെ ഡിവൈഎഫ്ഐയുടെ SFIയുടെ ഒക്കെ സമ്മേളന വേദികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ പുഷ്പനെക്കുറിച്ചുള്ള ആ ഗാനം ഇപ്പോൾ കേൾക്കാത്തവരായി ആരും തന്നെയില്ല എന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് ആ ഒരു പാട്ടിൻ്റെ അനുഭവം? നിലിമ, ഇങ്ങനൊരു പാട്ട് ബാലസംഘത്തിൻ്റെ ഒരു പരിപാടിയിൽ വെച്ചാണ് സവ്യൻ ആദ്യമായി എന്നോട് പറയുന്നത്. ആ പറഞ്ഞ സമയത്ത് ഞാൻ പിന്നീട് ഡിവൈഎഫ്ഐയുടെ ചുമതലക്കാരനായി വ്യത്യസ്ത പരിപാടികളെല്ലാം പോകുന്ന സമയത്ത് വിവിധ ക്യാമ്പയിനുകളിലും എല്ലാം ഈ വരികൾ പാടാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നേരത്തെ സവ്യൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 19ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി പാനൂർ നടന്ന ഏരിയ സമ്മേളനം, ആ ഏരിയ സമ്മേളനത്തിൻ്റെ കൊടിയമ്പര ജാഥയുടെ അനൗൺസറായിരുന്നു ഞാനന്ന്. എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. ആ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് രാത്രി 12-12:30 മണിക്കാണ് ഞങ്ങൾ ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് പാനൂരിലെ സ്റ്റുഡിയോയിൽ വെച്ച്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഒട്ടേറെ പ്രയാസങ്ങളുണ്ടായി. കാരണം ഞാനൊരു സംഗീതം പഠിച്ച ആളായിരുന്നില്ല. സവ്യേട്ടൻ പറഞ്ഞു തന്നത് കേട്ടുപാടുക എന്നതിനപ്പുറത്തേക്ക് സംഗീതത്തിൻ്റെ ബാലപാഠം അറിയാത്ത ഒരാളായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ ഓർക്കസ്ട്രയോടൊപ്പം പാടാൻ അല്പം ബുദ്ധിമുട്ടി. പക്ഷേ പ്രശാന്തേട്ടനും സവ്യേട്ടനും തന്ന ആ ഒരു എന്താ പറയേണ്ടത്, നമ്മളോട് കാണിച്ച ഒരു സംഗതി ആ സമയത്ത് അങ്ങനെ 1.5 മണിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് എൻ്റെ വൈഫിൻ്റെ ആങ്ങള ജിനി ഉൾപ്പെടെ അതിൻ്റെ വലിയ നിലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഈ പാട്ട് ഞാൻ പാടിയതിന് ശേഷം പല ആളുകൾക്കും, എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് പോലും ശരിക്കും ഇത് ഞാനാണ് പാടിയതെന്ന് അറിയില്ലായിരുന്നു, നേരത്തെ നിലിമ സൂചിപ്പിച്ചതുപോലെ. പിന്നീട് ഇത് വലിയ ഹിറ്റായി കേരളം മുഴുവൻ കുട്ടികൾ മുതൽ അപാലവൃദ്ധം ജനങ്ങളും ഇത് പാടാൻ തുടങ്ങിയ സമയത്താണ് എൻ്റെ വോയിസ് തിരിച്ചറിഞ്ഞ് പലരും പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഞാൻ ഡൽഹിയിൽ നടന്ന സമരത്തിലും ആന്ധ്രയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായും ഒക്കെ ഈ പാട്ട് പാടുകയുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാലപാഠം പോലും അറിയാത്ത ഒരാളെ ഈ പാട്ട് പാടിച്ചപ്പോൾ സവ്യം പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന് ഈ വരികൾ പാടാൻ നിനക്ക് കഴിയും. അത് ഹൃദയസ്പർശിയായിട്ട് പാടുമ്പോഴാണ് ഈ പാട്ട് കുറച്ചുകൂടി വൈകാരികമായിട്ട് പാടുമ്പോഴാണ് ഈ പാട്ടിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഫീൽ കിട്ടുക. അതാണ് നമുക്ക് വേണ്ടത്. റിനീഷ് മാഷിന്റെ ഈ പാട്ടൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഈ വേളയിൽ നമുക്ക് വേണ്ടി ആ പാട്ട് ഒരിക്കൽ കൂടി പുഷ്പന് വേണ്ടി പാടിയ ആ പാട്ട് അതേ ആവേശത്തോടു കൂടി, അതേ ആത്മാർത്ഥതയോടുകൂടി, അതേ ആശയത്തോടു കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ലേ? അതെ നിലിമ, ഞാൻ ഒരു 4 വരി മൂളാം. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. മയ്യഴിയാറ്റിനുമറിയാം, കനകമലക്കാറ്റിനുമറിയാം, മയ്യഴിയാറ്റിനുമറിയാം, കനകമലക്കാറ്റിനുമറിയാം, തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പൂവ്. അവനൊരു നാടിൻ തേങ്ങലാണേങ്ങലാൻ, ഉയിരാണുശിരാണ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. അതിൻ്റെ തുടർച്ച കൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിയുമെങ്കിൽ അതൊന്ന് മുഴുവനായി പാടിത്തന്നാൽ. മുറുകും മുഷ്ടിയിലേന്തിയ നേരിൻ ഊറ്റവുമായി
കൂത്തുപറമ്പിൻ തെരുവിൽ അലറി ധീരയുവത്വങ്ങൾ. മുറുകും മുഷ്ടിയിലേന്തിയ നേരിൻ ഊറ്റവുമായി കൂത്തുപറമ്പിൻ തെരുവിൽ അലറി ധീരയുവത്വങ്ങൾ. അണിചേർന്നു പുഷ്പനും അണിചേർന്നു, അണിചേർന്നു പുഷ്പനും അണിചേർന്നു. ആവേശം പൂണ്ടാർത്തു വിളിച്ചവൻ ഇൻകുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ, അറിയാമോ. ആ രണഗാഥയെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക്, അതിനെ പിന്തുടരുന്ന യുവാക്കൾക്ക്, യുവതയ്ക്ക് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്ത നിങ്ങളെ ഇന്നെങ്കിലും ഈ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് വലിയ അനീതിയാകുമെന്ന് കൃത്യമായ വിശ്വാസമുണ്ടായിരുന്നു. ആ ധാരണയുടെ പുറത്താണ് നിങ്ങളെ രണ്ടുപേരെയും ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത്.